மனுஷனுக்கும் நாய்க்கும் போட்டி வந்தா எப்பவுமே நாய் தான் ஜெயிக்கும். ஆனா அதே நாய்க்கும் சொக்கனுக்கும் போட்டி வந்தா പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളോട് ആരും സജഷൻ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ നമ്മളധികം ട്രെയിലർ ടീസർ റിയാക്ഷനോ സംഭവങ്ങളോ ഒന്നും അധികം ചെയ്യാറില്ല. പക്ഷേ ഇതിന്റെ തംബ്നെയിൽ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്ന പൊല്ലാതവൻ മൂവിയുടെ ഡയറക്ടറായ വെട്രിമാറിന്റെ സ്റ്റോറിയില് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് RS ദുരൈ സെന്തിൽ കുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ നമുക്ക് അറിയില്ല, ഫസ്റ്റ് തന്നെയാണ്, പേര് തന്നെ നല്ല ലോങ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെ പറ്റി പറയുകയാണെങ്കിൽ സൂരി നമുക്കറിയാം, വിടുതലെ പാർട്ട് 1-ലും ഇനി വരുന്ന പാർട്ട് 2-ലുള്ള ആളാണ്. അതായത് വെട്രിമാരൻ സൂരി എന്നുള്ളൊരു കോംബോ. ആ ഒരു കോംബോനെയാണ് മെയിൻ ഹൈലൈറ്റ്. പക്ഷെ അതിന്റെ കൂടെ ശശികുമാർ എന്ന് പറഞ്ഞ ഒരു ആക്ടറും ഉണ്ട്. അതായത് അദ്ദേഹം ഡയറക്ടറും ആക്ടറും കൂടിയാണ്. ആൻഡ് നമ്മളെ മലയാളത്തിൽ നിന്ന് ഉണ്ണി മുകുന്ദനും ഉണ്ട്. തമിഴിൽ അവർ മൂന്നുപേരും കാണിച്ചിട്ടുണ്ട്. മൂന്നുപേരും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ണിമുകുന്ദനെ, ഇത് ഉണ്ണിമുകുന്ദൻ തന്നെയാണോ? പിന്നെ നോക്കിയപ്പോ യെസ് ഉണ്ണിമുകുന്ദനാണ്. ഒരു സ്പെഷ്യൽ കോംബോ അല്ലെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. സംഭവം എന്താണെന്ന് അറിയില്ല, പക്ഷെ വെട്രിമാരൻ സ്റ്റോറി എന്ന് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷം ഉണ്ടായത്. പിന്നെ അതുമാത്രല്ല യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. അതായത് ആ ഒരു ടെക്നിക്കൽ ടീം ആയാലും സംഭവങ്ങൾ കേൾക്കുമ്പോൾ നല്ലോണം അട്രാക്ട് ആവും. ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംഭവം ഇറങ്ങാൻ പോകുന്നത്. കാരണം ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ടീം മെമ്പേഴ്സിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം എക്സൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അത് മാത്രമല്ല ഇതിലെ ആക്ടേഴ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര റിയലിസ്റ്റിക് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതിൽ എന്ത് റോളാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ കുറച്ച് ക്യൂരിയസ്. യെസ്, അത് മാത്രമല്ല ടൈറ്റിൽ ഗ്ലിംസ് ആട്ടോ. അതായത് ഗരുഡൻ എന്നാണ് പടത്തിന്റെ പേര്. അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലുണ്ട് ഗരുഡൻ. അത് മലയാളത്തിൽ ഓൾറെഡി സൂപ്പർ ഹിറ്റ് ആയത്, അടുത്ത് തന്നെ ഹിറ്റ് ആയ സിനിമയാണ്. അപ്പൊ അതിന്റെ പേര് തന്നെ വേറൊരു തമിഴ് പടം. നമുക്ക് എന്തായാലും നേരത്തെ കണ്ടു നോക്കാം എന്താന്നുള്ള സംഭവം. തുടങ്ങിയാൽ റെഡിയല്ലേ? വെട്രിമാരൻ സ്റ്റോറി. സൂര്യ ഇപ്പൊ നായകൻ നടനായി കംപ്ലീറ്റ്ലി. விசுவாசத்துல மனுஷனுக்கும் நாய்க்கும் போட்டி வந்தா எப்பவுமே நாய் தான் ஜெயிக்கும். ஆனா அதே நாய்க்கும் சொக்கனுக்கும் போட்டி வந்தா പൊളിച്ചല്ലേ കാണിച്ചത് ഷോട്ട്. ആളിപ്പോ മാസായി തുടങ്ങിയോ, റിയലിസ്റ്റിക് മാസ്. യുവൻ ശങ്കർ രാജ ஜெயிக்கிறது என்னைக்குமே என் சொக்கம்தான். ഓ, ഇവരുടെ ആളാണ്. സ്വക്കനാണ് ക്യാരക്ടർ. ഇവരുടെ സ്വന്തം ആളെ പോലെ ഏകദേശം. എന്തും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഗരുഡൻ ആള് ഭയങ്കര ഷാർപ്പാണെന്നാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര ഷാർപ്പാണ്. പട്ടിനെയും കാണിക്കുന്നുണ്ടല്ലോ.
മെയിൻ റോൾ എനിക്ക് തോന്നുന്നത് സൂര്യ സൂര്യ തന്നെയാണ്. തന്നെയാണ്. നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിനായിട്ട് ആ ഒരു നമ്മൾ പറയില്ല, ആ ഒരു സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഏകദേശം സൂര്യനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മറ്റവർ രണ്ടുപേർക്കും ഒട്ടും ഇമ്പോർട്ടൻസ് കുറയാൻ സാധ്യയില്ല. അവർക്കും ആ ഒരു ലെവലിൽ തന്നെ റോൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതെനിക്ക് പെട്ടെന്ന് കണ്ട സമയത്തില്ലേ നമ്മുടെ മാമന്നൻ മൂവിയില്ലേ, മാമന്നൻ മൂവി വൈബ് അതിന്റെ ഒരു വൈബ് വല്ലാണ്ട് അടിച്ചു. പ്രത്യേകിച്ച് അതിന്റെ അകത്ത് നമ്മളെ വടിവേലു സാർ ഉണ്ടായിരുന്നു, പിന്നെ ഉദയനിധി സ്റ്റാലിൻ ഉണ്ടായിരുന്നു, പിന്നെ ആരാണ് ഫഹദ് ഫാസിൽ. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി ഒരു കൊമേഴ്ഷ്യൽ സംഭവം കൂടി നിൽക്കുന്നുണ്ട്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ഫോർമാറ്റ് ആയിരുന്നു. അതായത് നമുക്ക് ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് എന്താ പറയുക ഒരുമാതിരി. അത് മാത്രമല്ല, അതിന്റെ ഫസ്റ്റ് സാധനം കിട്ടിയപ്പോ തന്നെ കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ് ആണെന്നുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ് പറയുന്നത്. കാരണം നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരു അടിമ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു എന്റെ സ്വക്കം തന്നെയായിരിക്കും എപ്പോഴും ജയിക്കുക എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോട്ടി വന്നിട്ടുണ്ടെങ്കിൽ അടിമ സംഭവങ്ങള്, എവിടേക്കെല്ലോ കാണുന്നുണ്ട്, ഒരു യജമാനൻ സംഭവങ്ങള് അല്ലെ, ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നതിന്. പിന്നെ എല്ലാത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഉണ്ണിമുകുന്ദനും ഏകദേശം ഉണ്ണിമുകുന്ദൻ, ശശികുമാർ ഇവർ രണ്ടുപേരും എന്താ പറയാ, എനിക്ക് തോന്നുന്നത് യജമാന്മാരായിട്ട് ഇങ്ങനെ അവര് തമ്മിൽ എന്തോ റിലേഷൻ ഉള്ള പോലെ ഉണ്ട്, അങ്ങനെ ആയിരിക്കും. പക്ഷെ സൂര്യ എന്ന് പറയുന്ന വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ സൂര്യനെ കാണിച്ച നല്ല വിഷ്വൽ ആയിരുന്നു കേട്ടോ. എക്സ്പെക്ട് ചെയ്തില്ല സൂര്യ. ഞാൻ വിചാരിച്ചു ഈ പോസ്റ്ററിൽ സൂര്യന്റെ ബാക്കിൽ കാണിക്കുന്നില്ലേ, അപ്പൊ സൂര്യ എവിടെ നിന്ന് വരുന്ന ഞാൻ ആലോചിച്ചിരിക്കുന്നു. മ്യൂസിക്കിനെ പറ്റിട്ട് എന്റെ മോനെ എന്താണ് ആ സംഭവം കിട്ടുമായിരുന്നു. അതായത് എന്തായാലും വേറൊരു ഒരു ഫ്യൂഷൻ അല്ല, വേറെ എന്തോ ഒരു സംഭവമാണത്. അപ്പൊ എന്തായാലും കിഡ് ആണ് ആ ഒരു ഗ്ലിംസ്. ഗരുഡൻ എന്നുള്ള പേരും അതും കിടും. എന്തായാലും ഗരുഡൻ ഓൾറെഡി മലയാളത്തിൽ അങ്ങനെ ഹിറ്റ് ആയിട്ട് ഇങ്ങനെ മിന്നിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും തമിഴിൽ നമുക്ക് നോക്കാം ഇതിന്റെ ഫർദർ അപ്ഡേറ്റ് വരും എന്താ സംഭവം. പക്ഷെ ഇതാന്ന് കണ്ടിടത്തോളം നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പൊ അത്രയല്ലോ, അടുത്ത വീഡിയോയിൽ കാണാം.